ഈ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ റീഓപ്പൺ ചെയ്യേണ്ട ഒരു കേസായി ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ടോ ഇത്? ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട്, ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് സമർപ്പിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. 2024 കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ അന്വേഷണത്തിൻ്റെതാണ് ഈ റിപ്പോർട്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിനു മുമ്പ് തന്നെ CA&AG വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ ഇതിനകത്ത് ആരോപിച്ചിട്ടുമുള്ളത് ആരോഗ്യവകുപ്പിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് അന്നത്തെ സർക്കാർ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ കൂടിയും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവും ഒക്കെ പറയുമ്പോൾ പോലും സമർപ്പിക്കപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനത്തിൽ സമർപ്പിക്കപ്പെടുന്ന ബില്ലുകൾക്ക് ആധികാരികതയുണ്ടാവണം. വൗച്ചറുകൾ ആധികാരികമാണ് എന്ന് തെളിയിക്കേണ്ടത് അത് സമർപ്പിക്കുന്ന, അതിന് അംഗീകാരം നൽകുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ തുടങ്ങിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: സമർപ്പിക്കപ്പെട്ട വൗച്ചറുകൾക്ക് ആധികാരികത ഇല്ല എന്നുള്ളത്. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് നടന്നത് ആ സവിശേഷ സാഹചര്യത്തിൻ്റെ മേലിൽ അതിനെയെല്ലാം ശുദ്ധീകരിച്ചു കൊടുക്കുക എന്ന ഏർപ്പാട് നടത്തേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. സുതാര്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വന്നതല്ല, അതിൻ്റെ അപ്പുറമുള്ള പലതും വരാനുണ്ട്. പ്രത്യേകിച്ച് പർച്ചേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇതുമായി ഉണ്ട്. രേഖകൾ പുറത്തു വന്നതാണ്. കുറഞ്ഞ കമ്പനി, വില കോട്ട് ചെയ്ത കമ്പനി എടുത്ത് തൂരക്കളഞ്ഞിട്ട് അതിൽ കൂടുതൽ പൈസ പറഞ്ഞ കമ്പനിയിൽ നിന്നും മാസ്കും ഗ്ലൗസും ഒക്കെ വാങ്ങിയ ഒരുപാട് സംഭവങ്ങളുണ്ടെന്നേ. ഇത് പുറത്തു വന്നോട്ടെ. കോവിഡ് കാലത്തെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അന്നത്തെ സർക്കാരിൻ്റെ അക്കാര്യത്തിലെ ഇടപെടലുകൾ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാരിൻ്റേതായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. അതിനിടയിൽ ക്രമക്കേടും വീഴ്ചകളും ബോധപൂർവം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടാനുള്ള അന്വേഷണവും നടക്കണമെന്നേ. അത് മൂടി വെക്കേണ്ടതില്ല. കാരണം വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് കോവിഡ് പ്രതിരോധം മാർഗദർശനമാകുന്നത് പോലെ തന്നെ ഒരു സർക്കാർ സംവിധാനത്തിൽ ആ സമയത്തുണ്ടാവാവുന്ന വീഴ്ചകൾ ഭാവിയിൽ എങ്ങനെ ആവർത്തിക്കപ്പെടാതിരിക്കണം എന്നതിൻ്റെ സൂചകങ്ങൾ കൂടിയായി ഒരു അന്വേഷണം, പക തീർക്കാനുള്ള അന്വേഷണമല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത കാര്യക്ഷമമായ ഒരു അന്വേഷണത്തിനുള്ള സ്കോപ്പ് ഇപ്പോഴും കിടപ്പുണ്ട്. ഇത് CA&AG നടത്തിയത് ഇനി കേന്ദ്രത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നതിൻ്റെ ഒക്കെ കഥകൾ നമുക്കുള്ളതുകൊണ്ട് CA&AGയെ മാറ്റി നിർത്താം. ഇത് നടത്തിയിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ ഓഡിറ്റ് വിഭാഗമല്ലേ. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ മേളിൽ സമഗ്രമായ വിലയിരുത്തലുകൾ ഉണ്ടാവട്ടെന്നേ. അതിനെ കഴിഞ്ഞ ഒന്നാമത്തെ പിണറായി സർക്കാരിനെ താറടിച്ച് കാണിക്കാനുള്ള നീക്കം മാത്രമാണ് എന്ന് വിലയിരുത്തി രക്ഷപ്പെടുത്താൻ അനുവദിക്കേണ്ടതില്ല. അന്വേഷണം നടക്കട്ടെ. ഇതിൻ്റെ മേളിൽ വളരെ വിശദമായ അന്വേഷണവും സമഗ്രമായ റിപ്പോർട്ടുകളും വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്.